എനിക്കുള്ളതിൽ ഏറ്റവും നല്ല സുഹൃത്താണ് ആനന്ദ്. അടുത്ത് ഇടപഴകുന്നതിനും ആനന്ദ് ഇവിടെ വരുന്നതിനും ഞാൻ അവിടെ പോകുന്നതിനും വേറെ എന്തെങ്കിലും അർത്ഥം കണ്ടുപിടിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റൂ. നീ ആർക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യുന്നത്? ആരെ പേടിച്ചിട്ടാ? സാരംഗിനെയോ? സാരംഗിനെ എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മനസ്സ് എന്താണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്നാണോ നീ പറയുന്നത്? അച്ഛൻ ആഗ്രഹിക്കാം, അതിന് ഞാൻ തെറ്റൊന്നും പറയില്ല. പക്ഷെ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി ഇനി ഒരു വിവാഹം ആലോചിക്കണ്ട. ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ കാര്യം ആനന്ദിനോട് പറയാനും പാടില്ല. നല്ലൊരു ബന്ധത്തിൽ ഒരു കറ വീണ പിന്നെ അത് മാച്ചു കളയാൻ പാടാ. അപ്രതീക്ഷിതമായ വരവ് വെറുതെ ആയിരുന്നില്ല. അല്ല, ഞാൻ അമ്മ നിർബന്ധിച്ചപ്പോ എനിക്ക് പോവാലോ. കൂടുതൽ എന്തെങ്കിലും തീരുമാനം എടുത്താ വിളിച്ചാൽ മതി. സ്ഥാനം കൊണ്ട് ഞാൻ അമ്മയുടെ മകന്റെ ഭാര്യയാ. പക്ഷെ അമ്മ എന്നെ സ്വന്തം മകളായിട്ട് തന്നെ കാണുന്നത്. ഞാൻ എന്നും അമ്മയുടെ മകള് തന്നെയായിരിക്കും. പക്ഷെ ഈ കാര്യം സാധിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടമ്മേ. അതെ, ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇനി നിർബന്ധിക്കാഞ്ഞിട്ടാ. എന്നാ പാടിക്കോ. അതെ, ഒരുപാട് നാളായി നല്ലൊരു പാട്ട് കേട്ടിട്ട്. രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, പാടാന്ന് പറഞ്ഞാൽ പാടണം. ഒന്ന് പോടാ അങ്കിൾ, ഇവൻ വെറുതെ പറയാ. എനിക്കതിന് നന്നായിട്ട് പാടാനൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? ദേ യാമിമോള് നന്നായിട്ട് പാടുമെന്ന് മൈഥിലി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അമ്മ വെറുതെ പറയുന്ന. സത്യം പറഞ്ഞാ ഞാൻ പോലീസ് മുറകളൊക്കെ പണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി പാട്ട് പാടിക്കാനോ അത് വേണ്ടി വരുമോ? പാടി ചേച്ചി, ചുമ്മാ ജാട ഇടാതെ. നമ്മളെ ഒരു പാട്ട് മുഴുവനൊന്നും വേണ്ട, 2 വരി മാത്രം മതി. പാടി ചേച്ചി. ആ പാടിക്കോ. ആ വാ വാ. ഐ എം സോറി ആനന്ദ്, ഞാൻ ഡോക്ടർ മൈഥിലി ഒന്ന് കാണാൻ വന്നത്. അന്വേഷിച്ചപ്പോൾ രാത്രിയായാലും പകലായാലും ഇവിടെ ആയിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. എവിടെ? ഒന്ന് വിളിക്കൂ. മൈഥിലി ഇവിടെ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, ഇവരെന്താ ഇവിടെ? ഞങ്ങളിവിടെ വന്ന എന്താ? നിന്നോട് ചോദിച്ചില്ല ഞാൻ. എൻ്റെ ചോദ്യം ആനന്ദിനോടാ. ഈ രാത്രി സമയം നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം എന്താ? അത് പറഞ്ഞാ തനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. മനുഷ്യർക്കിടയിൽ അങ്ങനെ ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്. ഓ, അതെനിക്ക് പുതിയ അറിവാണ്. ഇവളൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി ആരുമല്ലാത്ത 2-3 പേരുടെ കൂടെ രാത്രിയിൽ ഒരിടത്ത്. നിർത്തണോ? സ്വന്തം മകളെ കുറിച്ചാ താനീ പറയുന്നത്. അതിന് തനിക്ക് മകന്റെയും മകളുടെയും അർത്ഥമൊന്നും അറിയില്ലല്ലോ. അത് താൻ തെളിയിച്ചാണല്ലോ. സാറേ, ഈ രോഷവും പൊട്ടിത്തെറിയൊക്കെ നല്ലതാ. പക്ഷേ അതിപ്പോ എന്നോട് വേണ്ട. ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. ഇവളുടെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചാലും ഇവരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കിപ്പോഴും പറ്റും. ആനന്ദിന് നിയമവശമൊക്കെ നന്നായിട്ട് അറിയാമല്ലേ? സരങ്, തനിക്കിപ്പോ എന്താ വേണ്ടത്? മൈഥിലിയോട് സംസാരിക്കാം, ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ അവള് വരും. ഏത് പാതിരാത്രിയിലായാലും വരും. വിളിക്ക. അച്ചടക്കത്തിന്റെ ലക്ഷണങ്ങൾ സർവസ്വം തികഞ്ഞ ആ കുടുംബസ്ഥയെ എനിക്കിവിടെ വെച്ചൊന്ന് കാണണം. എന്നിട്ട് ചിലത് ചോദിക്കണം. അച്ഛനാരും ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങളാരും അച്ഛൻ അന്വേഷിക്കണ്ട. എടാ, അങ്കിളുമാരുടെ ബലത്തിൽ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട കേട്ടോ. മിസ്റ്റർ സാരംഗ്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് പുറത്തിറങ്ങണം. മദ്യപിച്ചുള്ള നിങ്ങളുടെ പേക്കൂത്തുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. സാറേ, കൂടുതലങ്ങ് വയലന്റ് ആവണ്ട. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലത് തീരുമാനിച്ചിട്ട് തന്നെയാ. ഇനി അഥവാ പിടിച്ചിറക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ
ഈ അയൽവാസികളെയും ചുറ്റുമുള്ളവരെ എല്ലാം വിളിച്ചുണർത്തി 2 എണ്ണത്തിനെ നാണം കെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. മൈഥിലി ഇപ്പൊ വരും. തന്നോട് സംസാരിക്കാനുള്ളതൊക്കെ മൈഥിലി സംസാരിക്കും. മതി, അത് മതി. ഇനി ഡോക്ടർ മൈഥിലിയുടെ വരവ്. അതുവരെ ഞാനുമുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ. അമ്മേ, ഞാനൊന്ന് ആനന്ദിന്റെ വീട്ടിലേക്ക് പോവാ. ഈ നേരത്തെ എന്തിനാ മോളെ? ആനന്ദ് എന്നെ വിളിച്ചിരുന്നു. സാരംഗ് അവിടെ ചെന്നെന്തോ ബഹളം ഉണ്ടാക്കി അയാൾക്കെന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അതിന് അന്വേഷിച്ചു പോയിരിക്കുന്നത് ആനന്ദിന്റെ വീട്ടിലേക്ക്. ഇവനിത് എന്താ കാണിക്കുന്നേ? എന്തായാലും നീ തനിച്ചു പോണ്ട, അച്ഛനും കൂടെ വരാം. വേണ്ട അച്ഛാ, അയാൾ പറയുന്നത് എന്താണെങ്കിലും അതിന് മറുപടി കൊടുക്കാനൊക്കെ എനിക്കറിയാം. അച്ഛൻ കൂടെയുണ്ടെങ്കിൽ ഒരുപാടൊന്നും അച്ഛന് കേട്ടു നിൽക്കാൻ പറ്റില്ല. പറയുന്നത് കേൾക്കുമോളെ, അച്ഛൻ കൂടെ വരാം. ഞാൻ പെട്ടെന്ന് വന്നോളാം അച്ഛാ. എന്ത് കഷ്ടം ഇത്! ഇവനത് എന്തുദ്ദേശാ ഗംഗാധരേട്ടാ? പേ പിടിച്ചാൽ ചങ്ങലക്കിടണം, ചങ്ങല പൊട്ടിച്ചാൽ തല്ലി കൊല്ലണം. അങ്ങനെ ചെയ്യാതെ ഓടിച്ചു വിട്ടതിന്റെ പേരിലായി ഈ ശിക്ഷ. ഇപ്പോ മോള് പോയി കാര്യം എന്താണെന്ന് അറിഞ്ഞ് തിരിച്ചു വരട്ടെ. ഒന്നും പറ്റിയില്ലെങ്കിൽ അവന്റെ പേരില് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എഴുതി ഞാൻ കൊടുക്കും. അവനിങ്ങനെ നാട്ടുകാരെ എല്ലാം ശല്യപ്പെടുത്തി ആളായിട്ട് നടക്കണ്ട. കൊണ്ടുപോയി ജയിലിൽ ഇടട്ടെ. മൈഥിലി അന്വേഷിച്ച് ആനന്ദിന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ വ്യക്തമാണ്. നാണം കെടുത്തി തോൽപ്പിക്കണം. എന്റെ മോള് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ അവന്റെ ഉദ്ദേശം. എവിടെയെങ്കിലും കിടന്ന് തീർന്നാലും മതിയായിരുന്നു. നാശം പിടിച്ചവൻ. സത്യത്തിൽ അടിച്ച് പുറത്താക്കേണ്ടതാ. ക്ഷമിക്കുന്നതിനൊരു അതിരില്ലേ? നമ്മൾ മക്കളെ കുറിച്ചൊന്നും ആലോചിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. ആ, ഇത്ര വേഗം ഇങ്ങെത്തിയോ? എങ്ങനെ വരാതിരിക്കുമല്ലേ? വിളിച്ചത് ആനന്ദ് മഹേശ്വർ അല്ലേ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ എന്നെ വെല്ലുവിളിച്ച് നീ പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികളെ സംരക്ഷിക്കാൻ എനിക്കറിയാവുന്നു. എന്നിട്ട് എവിടെ, ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് നീ ഉദ്ദേശിച്ചത്? കുട്ടികൾക്ക് സുരക്ഷിതത്വം ഇല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയ? ഓർമ്മയുണ്ടോ? മായാമഹേശ്വരിയോടൊപ്പം യാമി മോളെ ഞാൻ പറഞ്ഞു വിട്ടപ്പോ അത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ട് നീ വ്യാഖ്യാനിച്ചു. ആ കണക്കാണോ? മായാമഹേശ്വരിയുടെ നന്മയിൽ നിന്ന് വിട്ടുവരാൻ തോന്നുന്നില്ല അല്ലേ? മായാമഹേശ്വരി ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് അവരെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരുത്തിയുടെ കൂടെ പോകുമ്പോൾ പേടി ഉണ്ടാവും എല്ലാവർക്കും. എന്നിട്ട് ആ പേടി ഇവിടെ ഉണ്ടായില്ലല്ലോ. പ്രായപൂർത്തിയായ മകളെ നിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ ഇവിടെ നിർത്തിയത് എന്ത് ധൈര്യത്തിലാ നീ? സാരംഗ്, മാന്യതയില്ലാത്ത ഭാഷ നിങ്ങൾക്ക് ഒരുപാട് വഴങ്ങും. പക്ഷെ അത് എവിടെയും പ്രയോഗിക്കാമെന്ന് വിചാരിക്കണ്ട. എൻ്റെ മകളെ ഒരിടത്ത് നിർത്തണമെന്ന് എനിക്ക് തോന്നണമെങ്കിലും അവളവിടെ പരിപൂർണ സുരക്ഷിതയാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് തന്നെയാണ്. മക്കളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം പതുക്കെ പതുക്കെ ഇവിടെ ചേക്കേറാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്നെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ അധികം വിഷമിക്കണ്ട. നിങ്ങൾക്ക് എന്നോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നത് എല്ലാവരും ഒന്ന് നാണം കെടുത്തുന്നുള്ള തീരുമാനത്തിലാണ്. അല്ല, എനിക്ക് ഈ കാഴ്ച ഒന്ന് കാണണമല്ലോ. ഉത്തമയായ ഡോക്ടർ മൈഥിലി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. ദാ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, താൻ വിശ്വസ്തരെന്ന് ചിന്തിക്കുന്ന തൻ്റെ സേവകർ. ആർക്കറിയാം അവസരം കിട്ടിയാൽ ആരോടൊക്കെ എങ്ങനെ പെരുമാറുമെന്ന്. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അടിച്ചതിനെ ശരിപ്പെടുത്തി കളയും. വേണ്ട സേവ്യർ, വന്ന കാര്യം കഴിഞ്ഞും അയാൾ അയാളുടെ വഴിക്ക് പോകും. സാരംഗേ, താൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല. മൈഥിലിയും കുഞ്ഞുങ്ങളും ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി എഴുതി വാങ്ങിക്കാതെ നീ ഇവിടുന്ന് പോവില്ലായിരുന്നു. ആഹാ,
എന്താ ഉത്തരവ്? ഒരു യുദ്ധത്തിന് തന്നെ ഇറങ്ങുകയാണ് എല്ലാവരും കൂടി. എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന് ഞാനൊരു തടസ്സമാവുന്നില്ല. സാരംഗ് പട്ടാപ്പകൽ ചെയ്താൽ തെറ്റാവുന്ന കാര്യങ്ങൾ ഡോക്ടർ മൈഥിലിക്ക് പാതിരാത്രിയിലും ചെയ്യാം. അത് പെണ്ണിന് കിട്ടുന്ന ആനുകൂല്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെന്ന് കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഇന്നെന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങും. വരട്ടെ. ഹലോ രാഹുൽ. എന്തോ ഒരു വലിയ വിജയം നേടിയതിന്റെ സന്തോഷമുണ്ടല്ലോ. അങ്കിളിന്റെ ഹലോ പറച്ചിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നു. ഞാൻ ആനന്ദിന്റെ വീട്ടിൽ പോയിരുന്നു. എല്ലാവരും ഒന്ന് വിരട്ടി. തോന്നി തകർത്ത് വരികയാണല്ലോ. ഇതൊരു തുടക്കമാണ് രാഹുൽ. ആനന്ദ് മഹേശ്വരെ കാണാനും ആ വീട്ടിൽ പോവാനും അവളും മക്കളും ഇനി ഒന്ന് പേടിക്കണം. ഇപ്പോഴത്തെ എന്റെ പോക്കിൽ അത്രേ ഉള്ളൂ ഉദ്ദേശം. എന്നിട്ട് അവിടെ എന്തുണ്ടായേ? അയൽപ്പക്കക്കാരെ വിളിച്ചു കൂട്ടും ബഹളം വയ്ക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് അടങ്ങി. ബുദ്ധിമാന്മാരല്ലേ, ആലോചിച്ച അറിയാലോ നാണം കെട്ടു പോകുന്നു. തിരിച്ചടി ഉണ്ടാവും. അവര് മോശക്കാരല്ല. ഉണ്ടാവും. ആനന്ദ് മഹേശ്വരും സേവ്യർ എന്ന പോലീസുകാരനും വിചാരിച്ച എന്നെ കൈകാര്യം ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അതുണ്ടാക്കുന്ന നാണക്കേട് അവർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഡോക്ടർ മൈഥിലിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. വിദേശത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ നടന്നാൽ എല്ലാം പിടിച്ചടക്കി ഇവിടം ഫിനിഷ് ചെയ്യണമെന്ന്. പക്ഷെ അത് നടന്നില്ലല്ലോ. ഇത്തവണ നടന്നില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് നടക്കില്ല എന്നില്ലല്ലോ. ഇനി അതൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ. പകയും പ്രതികാരവും ഒക്കെ അതുവരേക്കും മാറ്റിവെക്കാനൊന്നും പറ്റില്ല. മൈഥിലിയോടും മക്കളോടും ആനന്ദിനോടും ഒക്കെ ഇനി എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നണ്ട. വിചാരിച്ച പോലെ അല്ല, അവര് കുറച്ച് സ്ട്രോങ്ങാ. ഓനെ രാഹുലേ, നീ എന്നെ കാണാൻ തുടങ്ങുമ്പോൾ ഞാൻ കൈകാലുകൾ തളർന്നിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് മുമ്പൊരു സാരംഗുണ്ടായിരുന്നു. എത്ര ഉയരത്തിൽ പറക്കുന്നതിനും വെട്ടി താഴെയിടാൻ ശേഷിയുള്ള ഒരു സാരംഗ്. എത്ര വലിയ സിംഹാസനത്തിലിരിക്കുന്നവനെയും നെഞ്ചിൽ ചവിട്ടാൻ ചങ്കൂറ്റമുള്ളവൻ. പണത്തിന് കുറവുണ്ടെങ്കിലും എൻ്റെ ഞരമ്പിൽ ഇപ്പോഴാ പഴയ രക്തം പതഞ്ഞു കയറുക. ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. സാരംഗിന് ഇനി ഒരുപക്ഷെ ഒരുപാട് കാലമില്ലായിരിക്കാം. എവിടെയെങ്കിലും കിടന്ന് ഞാൻ ഒടുങ്ങുമായിരിക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യും. അതിൻ്റെ തുടക്കമാണ് ആനന്ദ് മഹേശ്വരുടെ വീട്ടിൽ ഞാനിപ്പോൾ ചെയ്തത്. ഇനി അങ്ങോട്ട് നീ കണ്ടോ. ചാരത്തിന്ന് പറന്നു വരുന്ന ഫിനിക്സ് പക്ഷിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ഊർജ്ജമുണ്ട് അങ്കിളിന്റെ വാക്കുകൾക്ക്, അങ്കിളുടെ ശബ്ദത്തിന്. കളി ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ശരി, നീ എവിടാ? ഞാനിവിടെ പോവാനാ. നമ്മുടെ തിരും സങ്കേതത്തിലുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ബാക്കിയെല്ലാം നേരിൽ കണ്ടിട്ട്. ആയിക്കോട്ടെ. ഐ എം സോറി ആനന്ദ്. താനെന്തിനാ എന്നോട് സോറി പറയുന്നത്? എന്നെ നാണം കെടുത്താന്നുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് തന്നെയും സേവ്യറിനെയും ബാധിച്ചില്ലേ? മൈഥിലി അത് വിട്. അയാൾക്ക് 1-2 കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമേ എനിക്കുള്ളൂ. ഇത്രയൊക്കെ അഭ്യാസം ഒരുത്തനിവിടെ ഒന്ന് കാണിച്ചു പോയിട്ട് നമ്മൾ വെറും കാഴ്ചക്കാരായി പോയില്ലേ? ഒരു ബഹളം ഉണ്ടായാൽ ചുറ്റുമുള്ള ആളുകൾ ഉണരും. പിന്നെ അയാൾ പറയുന്ന വൃത്തികേടുകൾക്ക് മുഴുവൻ കാണികളുണ്ടാവും. അത് വേണ്ടെന്ന് വെച്ചതാ. മൈഥിലി, താൻ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ രാത്രി ഇയാൾ നമുക്ക് തന്ന ഷോക്കിന് ഇതിന്റെ 100 ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കും. വേണ്ട ആനന്ദ്, ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിൽക്കണ്ട. അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ആനന്ദങ്ങളുടെ സേവ്യരങ്ങളിനെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർ ചെയ്യട്ടെ. എനിക്ക് നല്ല ദേഷ്യം വന്നതാ അമ്മ. ആനന്ദ്, ഞാൻ ഇവരെയും കൂട്ടി മടങ്ങുന്നു. ഏയ്, അതൊന്നും പറ്റില്ല.
ഇവരെന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നല്ലേ? സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ ഇവിടെ നിൽക്കാനാ ഞാൻ ഇവരെ ഇങ്ങോട്ട് അയച്ചത്. പക്ഷേ ഇപ്പം അതല്ലല്ലോ അവസ്ഥ. വാ, നമുക്ക് ഇറങ്ങാം. മൈഥിലി, ഇപ്പോ താൻ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പോയാൽ അത് അയാൾ നമ്മളെയൊക്കെ ജയിച്ചതിന് തുല്യവും. കാര്യം നമുക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സാഹചര്യം എന്ന് കരുതി നമ്മളായിട്ട് തോറ്റു കൊടുക്കണ്ട. പിള്ളേർ ഇവിടെ നിൽക്കട്ടെ മൈഥിലി. സത്യം പറഞ്ഞ താൻ കൂടി ഇവിടെ നിൽക്കണമെന്നാ ഞാൻ പറയാ. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരി, കുട്ടികളോട് നിൽക്കട്ടെ, ഞാൻ ഇറങ്ങാം. മക്കളെ, ഇനി എവിടെയെങ്കിലും ഇരുന്ന് കുടിച്ചിട്ട് അച്ഛൻ ഇവിടെ വന്ന് കയറുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കണം, വാക്കും നിയന്ത്രിക്കണം. ഞാൻ ഇറങ്ങാം. മൈഥിലി, ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ അയാൾ പോവില്ലായിരുന്നു. തനിക്ക് നല്ല വിഷമായല്ലേ? ഈ അമ്മിമോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേട്ട് നിൽക്കേണ്ടി വരുന്നത് ഒരമ്മയുടെ ഏറ്റവും വലിയ വിഷമമല്ലേ? ഭ്രാന്ത് പിടിച്ചവൻ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ തളർന്നു പോകാൻ പാടില്ലല്ലോ. ഞാൻ പോട്ടെ. സൂക്ഷിക്കണം. വഴിയിൽ അയാൾ കാത്തുക്കണ്ടോന്ന് അറിയില്ലല്ലോ. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പിന്നാലെ വരണോ? അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. എല്ലാവർക്കും കൂടി പേടിച്ചോടാൻ പറ്റുമോ? ശരി. സോറി മക്കളെ, നിങ്ങളുടെ മൂഡ് സ്പോയിലായല്ലേ? എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ മക്കൾ പോയി കിടന്നുറങ്ങ്. എന്നിട്ട് ഇത് പൂർണ്ണമായും മറന്നുകളാ. ഇത് കൂട്ടാ, മോൻ പേടിക്കണ്ട കേട്ടോ. അച്ഛൻ്റെ കണക്ക് അങ്കിള് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് അങ്കിള് തിരിച്ചു കൊടുക്കും. ഫോൺ വിളിച്ചിട്ട് അവൾ എടുത്തതുമില്ല. എന്തായെന്നറിയാൻ ഒരു വഴിയുമില്ലല്ലോ. എന്തൊക്കെ കോലാഹലങ്ങളാവും അവിടെ നടന്നിട്ടുണ്ടാവുക. ആനന്ദിന്റെ നമ്പറും എനിക്കറിയില്ല. അല്ലെങ്കിൽ അതിൽ വിളിക്കായിരുന്നു. എൻ്റെ കയ്യിലും ഇല്ല. ഇനിയിപ്പം തിരക്കി പോവാന്ന് പറഞ്ഞാ എവിടെയാന്ന് വല്ല ധാരണയുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ആ, വന്നു തോന്നുന്നു. എന്തായി മോളെ? ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞപ്പോൾ സാരംഗ് മടങ്ങി. എന്തായിരുന്നു അവന് നിന്നെ കാണാൻ ഇത്ര അത്യാവശ്യം? ഒന്നുമില്ല അച്ഛാ. അയാളുടെ കണക്കിൽ ഞാൻ ഏത് സമയം ആനന്ദിന്റെ വീട്ടിലാണെന്നാണല്ലോ. അല്പം വീര്യം ചേർത്ത് വിളമ്പാൻ പറ്റിയ കാര്യമാണല്ലോ. കുറെ മഹത്തായ വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങേരുടെ നാവില്. മോളുടെ സുരക്ഷയെക്കുറിച്ച് ടെൻഷനായിട്ട് അന്വേഷിച്ചു പോയതെന്ന്. മോളെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചിട്ട് മാസം ഒന്നായിട്ടില്ല. അങ്ങനെയുള്ള ആളാ ഈ പറയുന്നത്. ആനന്ദ് അവനൊന്നും ചെയ്തില്ലേ? ചെയ്യാനായിരുന്നെങ്കിൽ അവിടെ സേവിയർ ഉണ്ടായിരുന്നു അമ്മേ. എൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു അവര് സൽക്കരിക്കാൻ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ. എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? കിട്ടട്ടെ. എന്നിട്ട് അയാൾ ബഹളം വെക്കും, ആള് കൂടും. അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് അയാൾക്ക് പറയാനുള്ളതൊക്കെ എൻ്റെ രഹസ്യ ബന്ധങ്ങളെ കുറിച്ചായിരിക്കും. എൻ്റെ മക്കൾ കേൾക്കി അത് പറയിപ്പിക്കണമായിരുന്നോ? അവന്റെ തോൽവികൾക്ക് മുഴുവൻ അവൻ പകരം വീട്ടുന്നത് നിന്നോടാ മോളെ. അതാ കാര്യം. ആനന്ദിനെ നിന്നെ ചേർത്ത് ഇനി അവൻ പറഞ്ഞു നടക്കില്ലേ? അത് അവസാനിപ്പിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാ നല്ലത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ നിങ്ങളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കില്ലല്ലോ. അതവന് കാണിച്ചു കൊടുക്കണ്ടേ? ഇത്രയും വലിയ പ്രശ്നം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? സാരംഗ് ആദ്യമായിട്ടല്ല ഒരു പുരുഷനെയും ചേർത്ത് എന്നെ കുറിച്ച് അപവാദം പറയുന്നത്. അവരെയൊക്കെ ഞാൻ കേട്ടണമായിരുന്നോ? അങ്ങനെ അതൊക്കെ അവസാനിപ്പിക്കണമായിരുന്നോ? പോട്ടെ മോളെ, ഞാൻ മക്കളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആനന്ദ് സമ്മതിച്ചില്ല. എന്നെ പറയാനുള്ളത് പറഞ്ഞോട്ടെ അമ്മേ. എൻ്റെ മോളെ കുറിച്ച് അയാളുടെ വായെന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല.
എന്നൊരു തോന്നലില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി ഗംഗാധരേട്ടാ. എന്താ ചെയ്യാ? ഓ, അതിന്റെ പേരിൽ അവൾക്ക് അമ്പിയോട് വിഷമമൊന്നും തോന്നില്ല. എന്നാലും ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമല്ലോ അമ്പിയെ. ജീവിക്കണ്ടേ പിള്ളേർക്ക്? എന്ത് ചെയ്യാ? എന്തുണ്ട് കുഞ്ഞെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ? ഭർത്താവിൻ്റെ രീതികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? വേണ്ട ഫാദർ, അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്താ അവസ്ഥ? ഒരു മകളോടുള്ള സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഏകദേശം അവസാനിച്ച അവസ്ഥയില്ല. അല്ലെങ്കിലും ഒരു കണക്കിന് അത് അവസാനിച്ചതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുമിച്ച് കുറെ നാൾ ജീവിച്ചിട്ട് ട്രീസ മോളുടെ കാര്യം എങ്ങാനും അറിഞ്ഞ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് നിഷേധിക്കുന്നതിന്റെ 1000 ഇരട്ടിയിൽ അന്ന് നിഷേധിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തോട്ടെ. അപ്പൊ നീ തനിച്ചാവും. ഈ ലോകത്ത് ഞാൻ തനിച്ചാവും. പക്ഷെ ഫാദർ പേടിക്കണ്ട. തനിച്ചായി പോയെന്ന ഒറ്റ കാരണത്തില് ട്രീസ മോളെ എനിക്ക് വേണമെന്നൊന്നും ഞാൻ പറയില്ല.